ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 3ാം ക്ലാസ്സിലെ മാത്സിലെ 3ാമത്തെ യൂണിറ്റാണ്. തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് എന്നാണ് ഈ യൂണിറ്റിൻ്റെ പേര്. കഴിഞ്ഞ 2 യൂണിറ്റുകൾ നമ്മൾ നല്ല മിടുക്കരായിട്ട് പഠിച്ചു തീർത്തു അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ചാപ്റ്ററും നല്ല ഉഷാറായിട്ട് പഠിച്ചു തീർക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇവിടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള 3ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് എല്ലാം STD 3 2024 എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതല്ല ഇനി മാത്സിൻ്റെ വീഡിയോസ് മാത്രം മതിയെങ്കിൽ STD 3 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. സ്പോർട്സ് ഫെസ്റ്റ്, കാട്ടിലൊരു സ്പോർട്സ് ഫെസ്റ്റ് നടക്കുകയാണ് കേട്ടോ. സ്പോർട്സ് നടക്കുകയാണ്. അനൗൺസ്മെൻറ്റ് നോക്കിക്കേ. വെൽക്കം ടു ദ സ്പോർട്സ് ഫെസ്റ്റ് അറ്റ് പൂമല ഫോറസ്റ്റ്. പൂമല കാട്ടിലെ ആണ് ഈ സ്പോർട്സ് ഫെസ്റ്റ് നടക്കുന്നത്. ഓൾ കോണ്ടസ്റ്റൻറ്റ്സ് പ്ലീസ് കളക്ട് യുവർ ചെസ് നമ്പേഴ്സ്. എല്ലാ കണ്ടസ്റ്റൻസും എന്ത് ചെയ്യുക, നിങ്ങളുടെ ചെസ് നമ്പറുകൾ കളക്ട് ചെയ്യുക. ദ 15 അത്ലറ്റ്സ് സ്റ്റാർട്ടിംഗ് വിത്ത് നമ്പർ 986 പ്ലീസ് ഗെറ്റ് റെഡി ഫോർ ദ ലോങ് ജമ്പ് ഇവൻറ്റ്. ലോങ് ജമ്പ് ഇവൻറ്റിനായിട്ട് എന്താണ് 986 മുതലുള്ള 15 കോണ്ടസ്റ്റുകൾ അത്ലറ്റ്സ് എന്ത് ചെയ്യുക, അവരുടെ ചെസ് നമ്പർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നു. അപ്പോൾ ഇവിടെ ലോങ് ജമ്പ് മത്സരമാണ് നടക്കുന്നത്. അവിടെ ഉള്ള ചെസ് നമ്പർ, സ്റ്റാർട്ട് ചെയ്യുന്ന ചെസ് നമ്പർ എന്ന് പറയുന്നത് 986 ആണ്. അതിനുശേഷമുള്ള 15 നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കുമെന്ന് നമ്മളിവിടെ എഴുതി കൊടുക്കണം. റൈറ്റ് ദ ചെസ് നമ്പേഴ്സ് ഓഫ് ദ കോണ്ടസ്റ്റൻസ് ഫോർ ദ ലോങ് ജമ്പ് ഇവൻറ്റ്. ഈ ലോങ് ജമ്പ് ഇവൻറ്റിനുള്ള ബാക്കിയുള്ളവരുടെ നമ്പറുകൾ എഴുതി കൊടുക്കും. ആദ്യത്തേത് 986, പിന്നെയോ 987, 988, 989, 990, 991, 992, 993, 994, 995, 996, 997, 998, 999. അവസാനത്തേത് ഏത് വരും? 999 ശേഷം വരുന്ന നമ്പറാണ് 1000. മീ ടു, ഞാനും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ സമയത്തൊരു റാബിറ്റ് ഓടി വരുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ മങ്കി പറയുന്നു, യുവർ നമ്പർ ഈസ് 1001. നിൻ്റെ ചെസ് നമ്പർ 1001 1001 ആണ്. യുവർ നെയിം ഈസ് നോട്ട് ഇൻ ദ ലോങ് ജമ്പ് ലിസ്റ്റ്. നിൻ്റെ പേര് ലോങ് ജമ്പ് ലിസ്റ്റിലില്ല. 1001 ടുഗെദർ മേക്ക് 1001. 1000വും അതിലേക്കൊരു 1 കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് എന്താവുന്നത്? 1001 ആവുന്നത്. അതായത് 1000 പ്ലസ് 1 ആണ് 1001 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ കുരങ്ങച്ചൻ്റെ കയ്യിലുള്ള, മങ്കിയുടെ കയ്യിലുള്ള കാർഡ്സൊക്കെ താഴേക്ക് വീഴുകയാണല്ലേ. ആ കാർഡ്സ് കറക്റ്റ് ഓർഡറിലാക്കാൻ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തേ. ആദ്യം 1002, 1003, 1004, 1005, 1006, 1007, 1008, 1009, 1010, 1011, 1012. ഇങ്ങനെയാണ് കറക്റ്റ് ഓർഡറിൽ വരുന്നത്. അനൗൺസ്മെൻറ്റ്. ദ ടേബിൾ ഷോസ് ദ നമ്പേഴ്സ് ഓഫ് ദ കോണ്ടസ്റ്റൻസ് ഫോർ മഞ്ചാടി കളക്ഷൻ. മഞ്ചാടി പെറുക്കൽ മത്സരത്തിനുള്ള കോണ്ടസ്റ്റൻസിൻ്റെ നമ്പറുകളാണ്, ചെസ് നമ്പേഴ്സാണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത്. ഇറ്റ് മസ്റ്റ് ബി ഫിൽഡ് ഫോർ ദ അനൗൺസ്മെൻറ്റ്. അത് നമ്മൾ എന്ത് ചെയ്യണം? അനൗൺസ്മെൻറ്റിനായിട്ട് ഫില്ല് ചെയ്യണം. ക്യാൻ യു ഹെൽപ്പ് കുട്ടൻ എലഫൻറ്റ്? ഈ കുട്ടൻ എലഫൻറ്റിനെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാമോ? അതായത് നമുക്ക് നമ്പേഴ്സ് ഇവിടെ ലെറ്ററിൽ തന്നിട്ടുണ്ട്, ലെറ്ററിൽ തന്നിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? വേർഡ്സിലാക്കിയിട്ട് എഴുതണം. ആദ്യത്തേത് നമുക്കവിടെ തന്നിട്ടുണ്ട് 879. എങ്ങനെയാണ് വേർഡ്സിലാക്കിയിട്ട് എഴുതുക? 879. അടുത്തത് 904, 904, 918, 918, 906, 906, 809, 809, 749, 749. ഇങ്ങനെയാണ് ഇതിനെ വേർഡ്സിലാക്കിയിട്ട് നമ്മൾ എഴുതേണ്ടത്. ATM. ടിറ്റു പാരറ്റ് ഹാസ് സ്പോൺസേഡ് സം പ്രൈസസ്. നമ്മളുടെ ടിറ്റു തത്ത കുറച്ച് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഷീ നീഡ്സ് 760 റുപ്പീസ് ഫോർ ഇറ്റ്. ആ സമ്മാനങ്ങൾ വാങ്ങുന്നതിനായിട്ട് അവൾക്ക് എത്ര രൂപ വേണം? 760 റുപ്പീസ് വേണം. ദ ATM ഇൻ ദ ഫോറസ്റ്റ് ഹാസ് ഓൺലി 100 റുപ്പി നോട്ട്സ്, 10 റുപ്പി നോട്ട്സ് ആൻഡ് 1 റുപ്പി കോയിൻസ്. കാട്ടിലുള്ള ATMൽ 100 റുപ്പീസിൻ്റെ നോട്ടുകളും 10 റുപ്പീസിൻ്റെ നോട്ടുകളും 1 റുപ്പി കോയിൻസും മാത്രമേ ഉള്ളൂ. വാട്ട് ഓൾ നോട്ട്സ് ആൻഡ് കോയിൻസ് വുഡ് ഷീ ഹാവ് ഗോട്ട്? അവൾക്ക് കളക്ട് ചെയ്യുമ്പോൾ കിട്ടിയിട്ടുള്ള നോട്ട്സും അതുപോലെ റുപ്പീസും അതുപോലെ കോയിൻസും ഏതൊക്കെയായിരിക്കും? അതായത് എത്ര 100 റുപ്പീസും എത്ര 10 റുപ്പീസും എത്ര 1 റുപ്പീസും കിട്ടിയിട്ടുണ്ടായിരിക്കും എന്നാണ് ചോദ്യം. ആകെ രൂപ എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 760 ആണ് അല്ലേ. അപ്പോൾ അതിൽ
₹700 ഉണ്ടായിരിക്കും. ₹700 എന്ന് പറയുമ്പോൾ എത്രയായി? 700 ആയി. ₹610 ഉണ്ടായിരിക്കും. 610 എന്ന് പറയുമ്പോൾ 60 ആയി. പിന്നെയോ 1 ആയിരിക്കും അല്ലേ. 700 + 60 = 760 ആയില്ലേ. അപ്പോൾ ടിറ്റു പാരറ്റിന് കിട്ടിയിട്ടുള്ളത് ₹700 അതുപോലെ ₹610 ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഫണ്ട് റേസിംഗ്. എ ഗ്രൂപ്പ് ഓഫ് 4 were asked to collect money for food. See how much each got. 4 പേരോട് എന്ത് ചെയ്തു? ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പണം കളക്ട് ചെയ്യാനായിട്ട് പറഞ്ഞു. അവർക്ക് കിട്ടിയിട്ടുള്ള പണം നോക്കിക്കേ. ആദ്യത്തെ ആൾക്ക് കിട്ടിയത് ₹100 നോട്ട്സ് 9 എണ്ണവും, ₹10 നോട്ട്സ് 8 എണ്ണവും, ₹1 കോയിൻ 3 എണ്ണവുമാണ്. അപ്പോൾ ടോട്ടൽ 983 ആയി. അതെങ്ങനെ? ₹100 നോട്ട്സ്, ₹900 നോട്ട് എന്ന് പറഞ്ഞാൽ എത്രയായി? 900 ആയി. 8 ₹10 നോട്ട്സ് എന്ന് പറയുമ്പോൾ 80 ആയി. 3 ₹1 കോയിൻസ് എന്ന് പറയുമ്പോൾ 3 ആയി. അതായത് 900 + 80 + 3 = 983 ആയി. ഇനി രണ്ടാമത്തെ ആൾക്കോ? ₹700 നോട്ട്സ് ഉണ്ട്. അപ്പോൾ 700 ആയി. പിന്നെ 14 ₹10 നോട്ട്സ് ഉണ്ട്. അപ്പോൾ 140 ആയി. അപ്പോൾ ടോട്ടൽ എത്രയാണ് മക്കളെ? 700 + 140 = 840. ഇനി മൂന്നാമത്തെ ആൾക്ക് കിട്ടിയത് നോക്കിക്കേ. ടോട്ടൽ കിട്ടിയത് ₹785 ആണ്. ഇതിൽ എത്ര ₹100 എത്ര ₹10 എത്ര ₹1 ഉണ്ട്? ₹700 8 ₹10 5 ₹1 കോയിൻസുമാണ് ഉള്ളത്. ₹700 ആകുമ്പോൾ 700 + 80 + 5 = 785. അടുത്ത ആൾക്ക് നോക്കിക്കേ. ടോട്ടൽ കിട്ടിയത് ₹909 കിട്ടിയിട്ടുണ്ട്. അതിൽ ₹10 നോട്ട്സ് എന്ന് പറയുന്നത് 10 ആണ് ഉള്ളത്. അപ്പോൾ ₹10 നോട്ട്സ് എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ? 100 ആയി അല്ലേ. ഇനി ബാക്കി എത്ര ₹100 ₹1 കോയിൻസും കിട്ടിയിട്ടുണ്ടായിരിക്കും? 8 ₹100 നോട്ട്സ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ 100 + 800. പിന്നെയോ ബാക്കി 9 ₹1 കോയിൻസ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ 100 + 800 + 9 = 909 ആയില്ലേ. ചക്കി കൈറ്റ് കളക്റ്റഡ് ₹785. നമ്മളുടെ ചക്കി പരുന്ത് ₹785 കളക്ട് ചെയ്തു. വാട്ട് ആർ ദ വേസ് ഇൻ വിച്ച് ഷീ കുഡ് ഹാവ് ഗോട്ട് ദിസ്. അവൾക്ക് ഏതൊക്കെ രീതിയിലായിരിക്കും ഈ പണം കിട്ടിയിട്ടുണ്ടായിരിക്കുക എന്ന് കാട്ടിലെ മൃഗങ്ങൾ, അവളുടെ ഫ്രണ്ട്സൊക്കെ കൂടെ എഴുതിയിട്ടുണ്ട്. പല രീതിയിൽ എഴുതിയിട്ടുണ്ട്. അതെങ്ങനെയൊക്കെയാണെന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കൂ. ₹785 ആണ് ആകെ ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ മാന് പറയുന്നത് നോക്കൂ. 700s 5 ones എത്ര ടെൻസ് ഉണ്ടാവും? 8 ടെൻസ് ഉണ്ടായിരിക്കും. 700s എന്ന് പറയുമ്പോൾ 700 + 8 ടെൻസ് 80 + 5 = 785 ആയില്ലേ. ഇനി അടുത്ത ആൾ പറയുന്നത് നോക്കൂ. ഡാഷ് വൺസ്. എത്ര വൺസുകളാണ് 785-ലുള്ളത്? 785 വൺസുകളാണ് ഉള്ളത്. അടുത്തത് 700s ഡാഷ് വൺസ്. 700s എന്ന് പറയുമ്പോൾ 700 പിന്നെ 85 വൺസ്. 700 + 85 785 ആയി. പിന്നെ അതുപോലെ 78 ഡാഷ് 5 ഡാഷ്. 78 ടെൻസ് 5 വൺസ് അങ്ങനെയാണ് വരുന്നത്. 78 ടെൻസ് എന്ന് പറയുമ്പോൾ 780, 5 വൺസ് എന്ന് പറയുമ്പോൾ 5. 780 + 5 = 785. പിന്നെ 700 + ഡാഷ് + 5. 700 + 80 + 5 = 785. 70 ടെൻസ് + 85 ഡാഷ്. 70 ടെൻസ് എന്ന് പറയുമ്പോൾ എത്രയായി മക്കളെ? 70 ടെൻസ് എന്ന് പറയുമ്പോൾ 700 ആയി. പിന്നെ 85 വൺസ്. അടുത്തത് 600s 5 ones ഡാഷ് ടെൻസ്. 600s എന്ന് പറയുമ്പോൾ 600 ആയി. 5 ones എന്ന് പറയുമ്പോൾ 5 ആയി. അപ്പോൾ ആകെ 605 ആയി. ബാക്കി എത്ര ടെൻസുകൾ ഉണ്ടായിരിക്കും? 180 കൂടെ വേണം. അപ്പോൾ 18 ടെൻസ്. അപ്പോൾ 600s 18 ടെൻസ് 5 ones. അടുത്ത് നോക്കൂ. 600 + ഡാഷ്. 600 + 185 = 785 ആണ്. റൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക് ദ ഡിഫറെൻറ്റ് വേസ് ഓഫ് സ്പ്ലിറ്റിംഗ് ₹909 കളക്റ്റഡ് ബൈ കുഞ്ഞനോൾ. ഇനി കുഞ്ഞൻ മൂങ്ങ കളക്ട് ചെയ്തിട്ടുള്ള ₹909 ഇതുപോലെ പല രീതിയിൽ എഴുതി നോക്കൂ. 909 ones, 900s, 9 ones, 90 tens, 9 ones, 800 and 109 ones, 800 10 tens, 9 ones. ഇങ്ങനെയെല്ലാം നമുക്കിതിനെ പല രീതിയിൽ മാറ്റി എഴുതാവുന്നതാണ്. ഈറ്റിംഗ് കോൺടെസ്റ്റ്, തീറ്റ മത്സരം.
മല്ലൻ എലിഫൻറ്റ് ഈസ് മേക്കിംഗ് ബണ്ടിൽസ് ഓഫ് ഷുഗർ കെയിൻ ഫോർ ദ ഈറ്റിംഗ് കോൺടെസ്റ്റ്. നമ്മളുടെ മല്ലനാന എന്ത് ചെയ്യുകയാണ്? ഈറ്റിംഗ് കോൺടെസ്റ്റിന് വേണ്ടിയിട്ട്, തീറ്റ മത്സരത്തിന് വേണ്ടിയിട്ട് കരിമ്പുകൾ കെട്ടുകളാക്കി വെക്കുകയാണ്. ഹി ഹാസ് മെയ്ഡ് 20 ബണ്ടിൽസ് ഓഫ് 100 ഈച്ച്. അങ്ങനെ 100 കരിമ്പുകൾ വീതമുള്ള 20 ബണ്ടിൽസ്, 20 കെട്ടുകൾ മല്ലനാന ഉണ്ടാക്കി. ഹൗ മെനി ഷുഗർ കെയിൻസ് ഇൻ ഓൾ? ആകെ എത്ര ഷുഗർ കെയിൻസ് ഉണ്ട്? ആകെ എത്ര കരിമ്പുകളുണ്ട്? അപ്പോൾ ഒരു കെട്ടിലുള്ള കരിമ്പ് എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 100 ആണ് അല്ലേ? അങ്ങനെയുള്ള എത്ര ബണ്ടിൽസ് ഉണ്ട്? 20 ബണ്ടിൽസ് ഉണ്ട്. സോ ടോട്ടൽ നമ്പർ ഓഫ് ഷുഗർ കെയിൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 20 × 100 ഈസ് ഈക്വൽ ടു 2000 ആണ്. ജിംപൻ ജിറാഫ്, ബാലു ബിയർ ആൻഡ് ഡിങ്കു ഡോങ്കി എഗ്രീഡ് ടു ക്യാരി ദ ഷുഗർ കെയിൻ ബണ്ടിൽസ് ടു ദ സ്പോട്ട്. ഹൗ മെനി ബണ്ടിൽസ് ഡിഡ് ഈച്ച് ക്യാരി? നോക്കിക്കേ, നമ്മളുടെ ജിംപൻ ജിറാഫും ബാലു കരടിയും ഡിങ്കു കഴുതയും എന്ത് ചെയ്തു? ഈ കരിമ്പ് കെട്ടുകളൊക്കെ മത്സരം നടക്കുന്നിടത്തേക്ക് കൊണ്ടുപോകാമെന്ന് ഏറ്റു. ഓരോരുത്തരും കൊണ്ടുപോയ കരിമ്പുകൾ എത്രയായിരിക്കും? അപ്പോൾ ജിറാഫ് കൊണ്ടുപോയത് നോക്കിക്കേ, നമ്പർ ഓഫ് ബണ്ടിൽസ് 6 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഷുഗർ കെയിൻസ് എത്രയായിരിക്കും? 6 × 100 ഈസ് ഈക്വൽ ടു 600 ആണ്. ഇനി ബാലു ബിയർ കൊണ്ടുപോയതോ? 10 നമ്പർ ഓഫ് ബണ്ടിൽസ് ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഷുഗർ കെയിൻസ് എത്രയാണ്? 10 × 100 ഈസ് ഈക്വൽ ടു 1000 ആണ്. ഇനി ഡിങ്കു ഡോങ്കി കൊണ്ടുപോയത് എത്രയാണ്? ബാക്കിയുള്ളതാണല്ലേ. അപ്പോൾ ജിറാഫും നമ്മളുടെ ബിയറും കൊണ്ടുപോയത് ആകെ എത്രയായി? 600 + 1000 ഈസ് ഈക്വൽ ടു 1600 ആയി. ഇനി ബാക്കി എത്രയുണ്ട്? 2000 - 1600 ഈസ് ഈക്വൽ ടു ബാക്കി 400 ഷുഗർ കെയിൻസ് ഉണ്ട്. അപ്പോൾ എത്ര ബണ്ടിൽസ് ഉണ്ടായിരിക്കും? 400 ഷുഗർ കെയിൻസ് ഉണ്ടെങ്കിൽ 100 ആണെങ്കിൽ ഒരു ബണ്ടിൽ, 200 ആകുമ്പോൾ 2 ബണ്ടിൽ, 300 ആകുമ്പോൾ 3 ബണ്ടിൽസ്, 400 ആകുമ്പോൾ 4 ബണ്ടിൽ ഓഫ് ഷുഗർ കെയിൻസ് ആണ് ഉണ്ടാവുക. 2000 mangoes were stored for the contest. They are kept in 4 sacks, each containing the same number of mangoes. How many in each? നമ്മളുടെ തീറ്റ മത്സരത്തിനായിട്ട് 2000 മാംഗോസ് കൊണ്ടുവന്നിട്ടുണ്ട്. 2000 മാങ്ങകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 2000 മാങ്ങകൾ എന്ത് ചെയ്തു? തുല്യമായി, ഈക്വലായി 4 ചാക്കുകളിൽ നിറയ്ക്കുകയാണ്. അപ്പോൾ ഓരോ ചാക്കിലും എത്ര മാംഗോസ് വീതം ഉണ്ടായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഈക്വലായിട്ടാണ് നിറയ്ക്കുന്നത്. 2000 ആണ് ആകെയുള്ളത്. അപ്പോൾ 2000നെ ഈക്വലായിട്ട് 4 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും മക്കളെ? 500 എന്നാണ് കിട്ടുന്നത്. 500 + 500 + 500 + 500 അല്ലേ 2000. അപ്പോൾ ഒരു സാക്കിലുള്ള നമ്പർ ഓഫ് മാംഗോസ് എന്ന് പറയുന്നത് എത്രയാണ്? 500 ആണ്. വാട്ടർ ഡ്രിങ്കിങ് കോൺടെസ്റ്റ്. അടുത്തതായിട്ട് വെള്ളം കുടി മത്സരമാണ് കേട്ടോ നടക്കുന്നത്. ദോസ് ഹു ഹാവ് ഗിവൺ ദെയർ നെയിംസ് ഫോർ ദ വാട്ടർ ഡ്രിങ്കിങ് കോമ്പറ്റീഷൻ പ്ലീസ് റിപ്പോർട്ട് അറ്റ് വൺസ്. വെള്ളം കുടി മത്സരത്തിന് പേര് കൊടുത്തവർ എത്രയും പെട്ടെന്ന് ആ സ്ഥലത്ത് വന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് നമ്മളുടെ എലഫൻ്റ് എന്ത് ചെയ്യാണ്? അനൗൺസ് ചെയ്യുകയാണ്. അപ്പോൾ അവർ എല്ലാവരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കണ്ടോ? There are barrels containing 30 liters, 20 liters, 10 liters of water. The one who drinks the most is the winner. അവിടെ നമുക്ക് 30 ലിറ്ററിൻ്റെ, 20 ലിറ്ററിൻ്റെ, 10 ലിറ്ററിൻ്റെ ക്യാനുകൾ തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആരാണോ വെള്ളം കുടിക്കുന്നത് അവരാണ് കേട്ടോ ഇതിൽ വിന്നറാവുന്നത്, വിജയിയാവുന്നത്. സി ഹൗ മച്ച് ഈച്ച് ഹാസ് ഡ്രങ്ക്. നോക്കിക്കുക, ഓരോരുത്തരും എത്ര കുടിച്ചതാണെന്ന് നമുക്ക് ഒരു ടേബിളിൽ തന്നിട്ടുണ്ട്. ജിംപൻ ജിറാഫ് 50 ലിറ്റേഴ്സിൻ്റെ ഒരു ക്യാനും 20 ലിറ്റേഴ്സിൻ്റെ 3 ക്യാനും 10 ലിറ്റേഴ്സിൻ്റെ ഒരു ക്യാനാണ് കുടിച്ചത്. അപ്പോൾ ടോട്ടൽ എത്രയായിരിക്കും? 50 ലിറ്റേഴ്സിൻ്റെ ഒരു ക്യാൻ എന്ന് പറയുമ്പോൾ 50 × 1 ഈസ് ഈക്വൽ ടു 50. 20 ലിറ്റേഴ്സിൻ്റെ 3 ക്യാൻ എന്ന് പറയുമ്പോൾ 20 × 3 ഈസ് ഈക്വൽ ടു 60. 10 ലിറ്റേഴ്സിൻ്റെ ഒരു ക്യാൻ എന്ന് പറയുമ്പോൾ 10 × 1 ഈസ് ഈക്വൽ ടു 10. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 50 + 60 + 10. ടോട്ടൽ 120 ലിറ്റേഴ്സ്. ഇനി കൊമ്പൻ എലഫൻറ്റ് 50 ലിറ്റേഴ്സിൻ്റെ 3 ക്യാനും 20 ലിറ്റേഴ്സിൻ്റെ 4 ക്യാനും 10 ലിറ്റേഴ്സിൻ്റെ 2 ക്യാനുമാണ് കുടിച്ചത്. 50 ലിറ്റേഴ്സിൻ്റെ 3 ക്യാൻ എന്ന് പറയുമ്പോൾ 50 × 3 ഈസ് ഈക്വൽ ടു 150. 20 ലിറ്റേഴ്സിൻ്റെ 4 ക്യാൻ എന്ന് പറയുമ്പോൾ 20 × 4 ഈസ് ഈക്വൽ ടു 80. 10 ലിറ്റേഴ്സിൻ്റെ 2 ക്യാൻ എന്ന് പറയുമ്പോൾ 10 × 2 ഈസ് ഈക്വൽ ടു 20. ടോട്ടൽ എത്ര വരും? 150 + 80 + 20. ടോട്ടൽ 250 ലിറ്റേഴ്സാണ് വരുന്നത്. ഇനി ജിൻറ്റു ബിയർ കുടിച്ചത് 20 ലിറ്റേഴ്സിൻ്റെ 2 ക്യാനും 10 ലിറ്റേഴ്സിൻ്റെ 2 ക്യാനുമാണ്. അപ്പോൾ 20 ലിറ്റേഴ്സിൻ്റെ 2 ക്യാൻ എന്ന് പറയുമ്പോൾ 20 × 2 ഈസ് ഈക്വൽ ടു 40. 10 ലിറ്റേഴ്സിൻ്റെ 2 ക്യാൻ എന്ന് പറയുമ്പോൾ 10 × 2 ഈസ് ഈക്വൽ ടു 20. ടോട്ടൽ 40 + 20 ഈസ് ഈക്വൽ ടു 60 ലിറ്റേഴ്സാണ് ടോട്ടൽ കുടിച്ചത്.
ഇനി കുട്ടൻ ക്യാമൽ കുടിച്ചത് 20 ലിറ്റേഴ്സിൻ്റെ 5 ക്യാനും 10 ലിറ്റേഴ്സിൻ്റെ 10 ക്യാനുമാണ്. 20 ലിറ്റേഴ്സിൻ്റെ 5 ക്യാൻ എന്ന് പറയുമ്പോൾ 20 × 5 = 100. 10 ലിറ്റേഴ്സിൻ്റെ 10 ക്യാൻ എന്ന് പറയുമ്പോൾ 10 × 10 = 100. അപ്പോൾ ടോട്ടൽ 100 + 100 200 ലിറ്റേഴ്സ്. ഇനി മല്ലൻ ടൈഗർ ടോട്ടൽ കുടിച്ചത് 80 ലിറ്റേഴ്സാണ്. അതെങ്ങനെയൊക്കെ ആവാം? 50 ലിറ്റേഴ്സിൻ്റെ ഒരു ക്യാനും 20 ലിറ്റേഴ്സിൻ്റെ ഒരു ക്യാനും 10 ലിറ്റേഴ്സിൻ്റെ ഒരു ക്യാനും. അപ്പോൾ 50 ലിറ്റേഴ്സിൻ്റെ ഒരു ക്യാൻ എന്ന് പറയുമ്പോൾ 50 × 1 = 50. 20 ലിറ്റേഴ്സിൻ്റെ ഒരു ക്യാൻ എന്ന് പറയുമ്പോൾ 20 × 1 = 20. 10 ലിറ്റേഴ്സിൻ്റെ ഒരു ക്യാൻ എന്ന് പറയുമ്പോൾ 10 × 1 = 10. അപ്പോൾ ടോട്ടൽ 50 + 20 + 10 = 80. ഇനി അടുത്തത് ചില്ലു ബൈസൺ കുടിച്ചത് നോക്കിക്കേ. 100 ലിറ്റേഴ്സാണ് ടോട്ടൽ കുടിച്ചത്. അപ്പോൾ ഏതൊക്കെയായിരിക്കും? 50 ലിറ്റേഴ്സിൻ്റെ ഒരു ക്യാന്, 20 ലിറ്റേഴ്സിൻ്റെ 2 ക്യാന്, 10 ലിറ്റേഴ്സിൻ്റെ ഒരു ക്യാന്. 50 ലിറ്റേഴ്സിൻ്റെ ഒരു ക്യാൻ എന്ന് പറയുമ്പോൾ എത്രയായി മക്കളെ? 50 × 1 = 50. 20 ലിറ്റേഴ്സിൻ്റെ 2 ക്യാൻ എന്ന് പറയുമ്പോൾ 20 × 2 = 40. 10 ലിറ്റേഴ്സിൻ്റെ ഒരു ക്യാൻ എന്ന് പറയുമ്പോൾ 10 × 1 = 10. അപ്പോൾ 50 + 40 + 10 = 100 ലിറ്റേഴ്സ് ആയില്ലേ? ഹൂ വൺ? ആരാണിതിൽ ജയിച്ചത്? ഏറ്റവും കൂടുതൽ കുടിച്ചത് കൊമ്പൻ എലഫൻ്റാണ്. 250 ലിറ്റേഴ്സാണ്. അപ്പോൾ വിൻ ചെയ്തത് ആരാ? ഇതിലെ വിന്നർ ആരാണ്? കൊമ്പൻ എലഫൻ്റാണ്. Think of 250 liter barrels of water. How many 20 liter barrels contain the same amount of water? 2 50 ലിറ്റേഴ്സിൻ്റെ ക്യാന്, 2 50 ലിറ്റേഴ്സിൻ്റെ ബാരലിൽ എത്ര വെള്ളം കൊള്ളും മക്കളെ? 50 × 2 = 100 ലിറ്റേഴ്സ് കൊള്ളും അല്ലേ? അപ്പോൾ ഈ 100 ലിറ്റേഴ്സ് വെള്ളം എത്ര 20 ലിറ്റേഴ്സ് ബാരലിലാക്കിയാലാണ് എത്ര നമുക്ക് നിറയ്ക്കാൻ പറ്റുക? അതായത് 50 ലിറ്ററിൻ്റെ 2 ബാരലിലാണ് വെള്ളം കൊള്ളുക. അത് 20 ലിറ്ററിൻ്റെ ആണെങ്കിൽ എത്ര എണ്ണം വേണ്ടി വരും? 100 വരുന്നത് 100 ആവാൻ എത്ര 20 മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് നോക്കിയാൽ മതി അല്ലേ? അപ്പോൾ 20 × 5 ആണ് 100. അതുകൊണ്ട് 5 ബാരൽസ് വേണ്ടി വരും. ആൻഡ് ഹൗ മെനി 10 ലിറ്റർ ബാരൽസ്? ഇനി 10 ലിറ്റർ ബാരൽസിനാണെങ്കിൽ എത്ര എണ്ണം വേണ്ടി വരും? 100 ആവാൻ എത്ര ടെന്നുകൾ വേണം? 10 ടെന്നുകൾ വേണം അല്ലേ? 10 × 10 ആണ് 100. അപ്പോൾ 10 ബാരൽസ് വേണ്ടി വരും. ഡോണ്ട് യു നോ ദാറ്റ് വി വോണ്ട് ഹാവ് ഇനഫ് വാട്ടർ ഡ്യൂറിങ് സമ്മർ? പ്ലീസ് ഡോണ്ട് വേസ്റ്റ് വാട്ടർ. നമുക്ക് വേനൽക്കാലത്ത് അധികം വെള്ളം ലഭിക്കില്ല എന്നറിയാമല്ലോ. അതുകൊണ്ട് വെള്ളം പാഴാക്കി കളയരുത് എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് അവിടെ ഒരു മങ്കി തരുന്നുണ്ട് ഇല്ലേ? റൈറ്റ് ദ എമൗണ്ട് ഓഫ് വാട്ടർ ഈച്ച് ഹാസ് ഡ്രങ്ക് ഇൻ ദ അസെൻഡിങ് ഓർഡർ. ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്നല്ലേ? ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന ക്രമത്തിൽ എന്ത് ചെയ്യുക? ഇവർ കുടിച്ച ഈ വാട്ടറിൻ്റെ എമൗണ്ടില്ലേ അതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി നോക്കൂ. അവർ വെള്ളം കുടിച്ചതിൻ്റെ എമൗണ്ടിൻ്റെ ടേബിൾ ഞാനിവിടെ തന്നിട്ടുണ്ട്. ഇനി അതിന് അസെൻഡിങ് ഓർഡറിൽ എഴുതിക്കേ. ആദ്യം വരുന്നത് നമ്മളുടെ ജിൻറ്റു ബിയറാണ് 60, പിന്നെ 80, പിന്നെ അതിലേറെ ഉള്ളത് 100, 120, 200, 250 ഇങ്ങനെയാണല്ലേ വരുന്നത്. ഗിഫ്റ്റ് കൂപ്പൺസ്, സമ്മാന കൂപ്പണുകൾ. കങ്കാരു സ്പോർട്സ് ഗേവ് എ ഗിഫ്റ്റ് കൂപ്പൺ വർത്ത് 900 rupees ടു ഈച്ച് ഓഫ് ദ കോണ്ടസ്റ്റൻറ്റ്സ് ഇൻ ദ ഫസ്റ്റ് 3 പൊസിഷൻ. നമ്മളുടെ മത്സരത്തിൽ ആദ്യം 3 സ്ഥാനത്തെത്തുന്നവർക്ക് കങ്കാരു സ്പോർട്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 900 rupeesൻ്റെ ഗിഫ്റ്റ് കൂപ്പണ് സമ്മാനമായിട്ട് നൽകുന്നുണ്ട്. ഈച്ച് കുഡ് ചൂസ് 3 items. ഇതിൽ വിജയിക്കുന്നവർക്കൊക്കെ എന്ത് ചെയ്യാം? 3 ഐറ്റംസ് സെലക്ട് ചെയ്യാം. വിച്ച് ഐറ്റംസ് വുഡ് ദേ ഹാവ് ചൂസൺ? നമുക്കിവിടെ ഐറ്റമും അതിൻ്റെ പ്രൈസും തന്നിട്ടുണ്ട്. അപ്പോൾ ആകെ കണ്ടീഷൻ എന്താണ്? 900 rupeesആണ് ആകെ ഉള്ളത്. ഈ 900 rupeesന് അവർക്ക് 3 പേർക്കും എന്ത് ചെയ്യാം? 3 സാധനങ്ങൾ വീതം എടുക്കണം. ഐറ്റം എന്താണ്? ആദ്യത്തെ ക്രിക്കറ്റ് ബാറ്റ് 750 rupeesആണ്. ബാഡ്മിൻ്റൺ ബാറ്റ് 300 rupeesആണ്. ഫുട്ബോൾ 650 rupeesആണ്. ഷട്ടിൽ കോക്ക് 250 ആണ്. നെറ്റ് 400 ആണ്. വോളിബോൾ 350 rupeesആണ്. ഷൂസ് 600 ആണ്. ജേഴ്സി 200 rupeesആണ്. ഗ്ലൗസ് 150 rupeesആണ്. ചെസ് ബോർഡ് 100 rupeesആണ്. ക്രിക്കറ്റ് ബോൾ 50 rupeesആണ്. ഇനി 3 ആളുകളും ടൈഗറും അതുപോലെ ക്രൗവും വെയിലും എന്തൊക്കെയാണ് സെലക്ട് ചെയ്തതെന്നും അതിൻ്റെ പ്രൈസ് എത്രയാണെന്നും നിങ്ങളിവിടെ എഴുതി കൊടുക്കണം. ആദ്യം ടൈഗർ ആദ്യം സെലക്ട് ചെയ്തത് ഒരു ഷൂസാണ്. ഷൂസിന് 600 rupees. പിന്നെ ഒരു ജേഴ്സി സെലക്ട് ചെയ്തു 200 rupeesൻ്റെ. പിന്നെ 100 rupeesൻ്റെ ഒരു ചെസ് ബോർഡും സെലക്ട് ചെയ്തു. ആകെ എത്രയായി? 600 + 200 + 100 900 rupees ആയില്ലേ? ഇനി ക്രൗ സെലക്ട് ചെയ്ത് ഏതൊക്കെയാണ് മക്കളെ? ക്രൗ ഒരു ക്രിക്കറ്റ് ബാറ്റ് സെലക്ട് ചെയ്തു 750 rupeesൻ്റെ. പിന്നെ ഒരു 100 rupeesൻ്റെ ചെസ് ബോർഡും 50 rupeesൻ്റെ ക്രിക്കറ്റ് ബോളും സെലക്ട് ചെയ്തു. അപ്പോൾ ആകെ എത്രയായി? 750 + 100 + 50 900 rupees ആയില്ലേ? ഇനി വെയിൽ സെലക്ട് ചെയ്തത് ഏതൊക്കെയാണ്? ഒരു ബാഡ്മിൻ്റൺ ബാറ്റ് 300 rupeesൻ്റെ. പിന്നെ 400 rupeesൻ്റെ ഒരു നെറ്റ്. പിന്നെ അതുപോലെ 200 rupeesൻ്റെ ഒരു ജേഴ്സി. അപ്പോൾ 300 + 400 + 200
900 ആയില്ലേ. ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഐറ്റംസ് സെലക്ട് ചെയ്യാവുന്നതാണ്. കണ്ടീഷൻ ആകെ ഒന്നുള്ളൂ, എന്താണ്, 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 900 കിട്ടണം. ചിൽഡ്രൻസ് കോൺടെസ്റ്റ്, കുട്ടികളുടെ മത്സരങ്ങൾ. മിട്ടു റാബിറ്റ് ഈസ് പ്രിപ്പയറിംഗ് ചെസ് നമ്പേഴ്സ് ഫോർ ദ ചിൽഡ്രൻസ് കോൺടെസ്റ്റ്. കുട്ടികളുടെ മത്സരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെസ് നമ്പേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ മിട്ടു റാബിറ്റ് ആണ്. ചെസ് നമ്പേഴ്സ് ഫ്രം 10 to 20 ആർ മെയ്ഡ് ഫോർ ദ 100 മീറ്റർ റേസ്. 100 മീറ്റർ റേസിന് വേണ്ടിയിട്ട്, ഓട്ടത്തിന് വേണ്ടിയിട്ട് 10 മുതൽ 20 വരെയുള്ള ചെസ് നമ്പേഴ്സ് എടുത്തു. ഹൗ മെനി കാർഡ്സ് ആർ ദെയർ? എത്ര കാർഡുകൾ ഉണ്ടായിരിക്കും, എത്ര ചെസ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും? 10 to 20 ആണ്. നോക്കിക്കേ, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. എത്രയുണ്ട് മക്കളെ? 11 നമ്പേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്കതിനെ എന്ത് ചെയ്യാം? 20 - 10 + 1 ചെയ്ത് നോക്കിയാൽ നമുക്ക് ആൻസർ കിട്ടും. അതായത് 20യിൽ നിന്ന്, വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക, അതിലേക്ക് 1 ആഡ് ചെയ്യുക. 20യിൽ നിന്ന് 10 കുറയ്ക്കുക, അതിലേക്ക് +1 ആഡ് ചെയ്യുക. അപ്പോൾ 11. അപ്പോൾ ടോട്ടൽ 11 ചെസ് നമ്പേഴ്സാണ് ഉള്ളത്. ഇനി നമ്പേഴ്സ് ഫ്രം 30 to 50 ആർ മെയ്ഡ് ഫോർ ദ സ്വിമ്മിംഗ് കോൺടെസ്റ്റ്. ഹൗ മെനി ആർ ഗിവൺ ദ കാർഡ്സ്? ഇനി സ്വിമ്മിംഗ് കോൺടെസ്റ്റിന്, നീന്തൽ മത്സരത്തിന് 30 മുതൽ 50 വരെയുള്ള നമ്പേഴ്സാണ് കൊടുത്തത് എങ്കിൽ എത്ര കാർഡുകൾ ഉണ്ടായിരിക്കും, എത്ര നമ്പേഴ്സ് ഉണ്ടായിരിക്കും? നമ്മൾ ചെയ്തതുപോലെ ചെയ്യുക. എങ്ങനെയാണ്? 50 - 30 + 1. 50യിൽ നിന്ന് ആദ്യം 30 കുറയ്ക്കുക, അപ്പോൾ 20 + 1 1 ആഡ് ചെയ്യുക. അപ്പോൾ 21 കാർഡ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. Question 3. നമ്പേഴ്സ് ഫ്രം 60 to 100 ആർ ഫോർ ഗൂസ്ബെറി ഗ്യാതറിംഗ്. ഹൗ മെനി കാർഡ്സ് ആർ നീഡഡ് ഫോർ ദിസ് ഇവൻറ്റ്? ഇനി നെല്ലിക്കപ്പെറുക്കൽ മത്സരത്തിന് 60 മുതൽ 100 വരെയുള്ള കാർഡുകളാണ് കൊടുത്തത്. എത്ര നമ്പറുകൾ ഉണ്ടായിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കാം? 100 - 60 + 1. 100ൽ നിന്ന് ആദ്യം 60 കുറയ്ക്കുക, അപ്പോൾ 40, അതിലേക്ക് 1 ആഡ് ചെയ്യുക. 40 + 1 41 കാർഡ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി അതുപോലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിക്കേ. ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദെയർ ഇൻ ഓൾ? ആകെ എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ്, 2 അക്ക സംഖ്യകൾ നമുക്കുണ്ട്? 2 ഡിജിറ്റ് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10ൽ നിന്നാണ്. ഫസ്റ്റ് നമ്പർ 10 ആണ്, ലാസ്റ്റ് നമ്പർ 99 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? 99 - 10 + 1 ചെയ്താൽ ആൻസർ കിട്ടും. 99ൽ നിന്നും 10 കുറയ്ക്കുമ്പോൾ 89, അതിലേക്ക് 1 ആഡ് ചെയ്യുക. 89 + 1 90. അപ്പോൾ ടോട്ടൽ 2 ഡിജിറ്റ് നമ്പേഴ്സ് 90 2 ഡിജിറ്റ് നമ്പേഴ്സാണ് ഉള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മെനി നമ്പേഴ്സ് ആർ ദെയർ ബിറ്റ്വീൻ 100 and 200? ഇനി 100ൻ്റെയും 200ൻ്റെയും ഇടയിൽ എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ എങ്ങനെ കാണാം? 200 - 100 + 1. 200ൽ നിന്നും 100 കുറയ്ക്കുക, അപ്പോൾ 100 + 1 101 ആണ് ആൻസർ. ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദെയർ ഇൻ ഓൾ? ടോട്ടൽ എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്? ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 100 ആണ്. ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 999 ആണ്. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ടായിരിക്കും മക്കളെ? 999 - 100 + 1. 999ൽ നിന്നും 100 കുറയ്ക്കുമ്പോൾ 899, അതിലേക്ക് 1 കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ 3 ഡിജിറ്റ് നമ്പേഴ്സ് 900 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ആർ ദെയർ ബിറ്റ്വീൻ 1 and 100? 1നും 100നും ഇടയ്ക്ക് എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 3 5 7 9 11 ഇങ്ങനെ വരുന്ന നമ്പേഴ്സാണല്ലേ ഓഡ് നമ്പേഴ്സ്. അപ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 to 100 ആകെയുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ ഈ 100ൽ പകുതി ഓഡ് നമ്പേഴ്സും പകുതി ഈവൺ നമ്പേഴ്സുമാണ്. അപ്പോൾ 100ൻ്റെ പകുതി എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ 50 ഓഡ് നമ്പേഴ്സാണുള്ളത്. ഹൗ മെനി ഈവൺ നമ്പേഴ്സ് ആർ ദെയർ ബിറ്റ്വീൻ 1 and 100? നമ്മൾ പറഞ്ഞു ബാക്കി ഈവൺ നമ്പേഴ്സാണ്. അപ്പോൾ 50 ഈവൺ നമ്പേഴ്സാണുള്ളത്. അപ്പോൾ 50 ഓഡ് നമ്പേഴ്സും 50 ഈവൺ നമ്പേഴ്സുമാണ് 100ൻ്റെയും 1ൻ്റെയും ഇടയിലായിട്ട് ഉള്ളത്. കാർഡ് ഗെയിംസ്. മീ ടു ഫോർ ദ നമ്പർ കാർഡ് ഗെയിംസ്. ഒരു ഡിയർ പറയണത് നമ്പർ കാർഡ് ഗെയിംസിന് ഞാനും ഉണ്ട് എന്നല്ലേ. ഈച്ച് പ്ലെയർ ഈസ് ഗിവൺ 4 കാർഡ്സ്. എല്ലാ പ്ലെയേഴ്സിനും 4 കാർഡുകൾ വീതം കൊടുക്കും. ദ വിന്നർ ഈസ് ദ വൺ ഹൂ മേക്സ് ദ മോസ്റ്റ് 3 ഡിജിറ്റ് നമ്പേഴ്സ് വിത്തൗട്ട് എനി റിപ്പീറ്റേഷൻ ഓഫ് ഡിജിറ്റ്സ്. ഈ 4 നമ്പേഴ്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യണം? നമ്പർ റിപ്പീറ്റ് ചെയ്ത് വരാതെ 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കണം. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന 3 ഡിജിറ്റ് നമ്പേഴ്സിൽ 3 നമ്പറല്ലേ ഉണ്ടാവുക. ആ നമ്പർ എന്ത് ചെയ്യരുത്? റിപ്പീറ്റ് ചെയ്ത് വരരുത് എന്നർത്ഥം. അവരാണ് വിജയിക്കുക കേട്ടോ. ലുക്ക് അറ്റ് ദ കാർഡ്സ് മണിയൻ ആൻഡ് ഗോട്ട്. മണിയൻ ഉറുമ്പിന് കിട്ടിയിട്ടുള്ള കാർഡുകൾ നോക്കിക്കേ. 9 3 2 5. വാട്ട് വുഡ് ബി ദ 3 ഡിജിറ്റ് നമ്പേഴ്സ് ഹി മെയ്ഡ്? ഈ 4 നമ്പേഴ്സ് വെച്ചിട്ട് ഉറുമ്പിന് ഏതൊക്കെ 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാം?
നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ചെറുതിൽ നിന്ന് വലുതിലേക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ ചെറിയ നമ്പർ എന്ന് പറയുന്നത് ഇതിൽ 2 അല്ലേ. അപ്പോൾ 2 വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം നമ്പേഴ്സ്. 235, 239, പിന്നെ 253, 259, 293, 295. ഇനി 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. 325, 329, 352, 359, 392, 395. ഇനി 5 വെച്ചിട്ടോ. 523, 529, 532, 539, 592, 593. അവസാനമായി 9 വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. 923, 925, 932, 935, 952, 953. ഇത്രയും നമ്പേഴ്സാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് റിപ്പീറ്റ് ചെയ്യാതെ. അപ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ടാക്കി ടോട്ടൽ 24 നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാം. ദ ലാർജസ്റ്റ് നമ്പർ മെയ്ഡ്, നമ്മൾ ഉണ്ടാക്കിയതിൽ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ എത്രയാണ് മക്കളെ? 953 ആണ് അല്ലേ. ദ സ്മോളസ്റ്റ് നമ്പർ മെയ്ഡ്, ഉണ്ടാക്കിയതിലുള്ള സ്മോളസ്റ്റ് നമ്പർ എത്രയാണ്? 235 ആണ്. ത്രോ ബീഡ്സ് ഇൻ ദ അബാക്കസ് ടു ഷോ ദ സ്മോളസ്റ്റ് നമ്പർ. ആ സ്മോളസ്റ്റ് നമ്പർ ഈ അബാക്കസിൽ ചിത്രീകരിച്ച് നോക്കൂ. 235 ആണ്. അപ്പോൾ 100ൻ്റെ ഇതിൽ 2 ബീഡ്സ്, 10ൻ്റേതിൽ 3 ബീഡ്സ്, 1ൻ്റേതിൽ 5 ബീഡ്സ്. വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ദ സം ഓഫ് 2 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്? 2 തുടർച്ചയായിട്ടുള്ള നമ്പറുകളുടെ സമ്മ്, തുകയുടെ പ്രത്യേകത എന്താണ്? 2 തുടർച്ചയായിട്ടുള്ള നമ്പറുകൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിൻ്റെ പ്രത്യേകത എന്താണ്? നോക്കിക്കേ. 1 + 2, 1 + 2 = 3 ആണ്. 2 + 3 = 5 ആണ്. 3 + 4 = 7 ആണ്. 4 + 5 = 9 ആണ്. 5 + 6 = 11 ആണ്. 6 + 7 എത്രയാണ്? 13 ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ മക്കളെ? ഇതിൻ്റെ ആൻസർ എല്ലാം ഓഡ് നമ്പറാണ് അല്ലേ. ഇനി വാട്ട്സ് ദ പെക്യുലാരിറ്റി ഓഫ് ദ സം ഓഫ് 2 ഓഡ് നമ്പേഴ്സ്? 2 ഓഡ് നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 + 3 4 ആണ്. 3 + 5 എത്രയാണ്? 8 ആണ്. 5 + 7 12 ആണ്. 7 + 9 16 ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? വി വിൽ ഗെറ്റ് ഈവൺ നമ്പറാണ് കിട്ടുന്നത്. വാട്ട് അബൌട്ട് ദ സം ഓഫ് 2 ഈവൺ നമ്പേഴ്സ്? ഇനി 2 ഈവൺ നമ്പേഴ്സിൻ്റെ സമ്മിൻ്റെ പ്രത്യേകത എന്താണ്? 2 + 4 6 ആണ്. 4 + 6 10 ആണ്. 6 + 8 എത്രയാണ്? 14 ആണ്. 8 + 10 എത്രയാണ്? 18 ആണ്. അപ്പോൾ 2 ഈവൺ നമ്പേഴ്സിൻ്റെ സമ്മ് എത്രയാണ് വരുന്നത്? അതൊരു ഈവൺ നമ്പറാണ് വരുന്നത്. ഹൗ മച്ച് ഡസ് 6, 60 and 600 make? 6 + 60 + 600 എത്രയാണ് ആൻസർ വരുന്നത്? 666 ആണ് ആൻസർ. 800s added together is equal to how many tens added together? 8 ഹൺഡ്രഡ്സ് ആഡ് ചെയ്യുന്നത് എത്ര ടെൻസ് ആഡ് ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് 8 ഹൺഡ്രഡ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത് മക്കളെ? 800 ആണല്ലേ. ഇത് എത്ര ടെൻസിന് ഈക്വലാണ്? 80 ടെൻസിന് ഈക്വലാണ്. അതായത് 80 × 10 അല്ലേ 800 വരുന്നത്. അപ്പോൾ 80 ടെൻസിന് ഈക്വലാണ് 800. നമുക്ക് ഇവാലുവേഷൻ ആക്ടിവിറ്റീസ് നോക്കാം. ക്വസ്റ്റ്യൻ 1. ദ നമ്പർ ഫോംഡ് ബൈ 7 hundreds, 6 tens and 5 ones was written as 675. 7 hundredsഉം 6 tensഉം 5 onesഉം ചേർന്നിട്ട് ഒരാൾ നമ്പർ എഴുതിയത് എത്രയാണ് ആൻസർ? 675 എന്നാണ്. വാട്ട് ഈസ് ദ കറക്റ്റ് നമ്പർ? ശരിയായിട്ടുള്ള നമ്പർ എത്രയാണ് വരുന്നത്? 7 hundreds എന്ന് പറയുമ്പോൾ 700 + 6 tens എന്ന് പറയുമ്പോൾ 60, 5 ones എന്ന് പറയുമ്പോൾ 5. അപ്പോൾ 700 + 60 + 5 = 765 ആണ് ആൻസർ വരുന്നത്. ഹൗ മെനി ടെൻസ് ഷുഡ് ബി ആഡഡ് ടു 675 ടു ഗെറ്റ് ദ കറക്റ്റ് നമ്പർ? ഇനി 675ലേക്ക് എത്ര ടെൻസ് ആഡ് ചെയ്താലാണ് 765 ആവുക? അത് കാണുന്നതിന് വേണ്ടിയിട്ട് 765 - 675 ചെയ്യുക. ആൻസർ എത്ര വരുന്നത്? 90 എന്നല്ലേ. അപ്പോൾ എത്ര ടെൻസ് വേണം? 9 ടെൻസ് വേണം. 9 ടെൻസ് ചേർന്നാലല്ലേ 90 ആവുക. അപ്പോൾ 9 ടെൻസ് വേണം. Question 2. If one bead in the place of 100 is shifted to the place of 10, how much would the number decrease? നമുക്കിവിടെ അബാക്കസിലൊരു നമ്പർ തന്നിട്ടുണ്ടല്ലേ. എത്രയാണ്? 423 ആണ് ആ നമ്പർ. ഇതിലെ 100ലെ ഒരു ബീഡ് എടുത്തിട്ട് ടെൻസിൻ്റെ പ്ലേസിലേക്ക് മാറ്റണം. അതായത് 100ൽ 4 ബീഡ്സ് ആണുള്ളത്. അപ്പോൾ അത് ഒന്നെടുത്തിട്ട് 10ലേക്ക് മാറ്റുക. അപ്പോൾ നമ്പർ എത്രയായി? 333 ആയില്ലേ. അപ്പോൾ എത്ര നമ്പർ കുറഞ്ഞു?
423 minus 333. Answer is 90. The present number, ഇപ്പോൾ ഉള്ള നമ്പർ എത്രയാണ്? 423. ആഫ്റ്റർ ഷിഫ്റ്റിംഗ് ദ ബീഡ് മാറ്റിയ ശേഷമുള്ള നമ്പറോ 333. If a bead from hundreds place is shifted to ones place, how much would the number decrease? ഇനി 100ൻ്റെ പ്ലേസിലുള്ള ഒരു ബീഡ് എടുത്ത് വൺസിൻ്റെ പ്ലേസിലേക്ക് മാറ്റുക. അതായത് 4ന്ന് ഒന്നെടുത്തിട്ട് 3ലേക്ക് 1ലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്പർ എത്രയായി മക്കളെ? 324 ആയി. അപ്പോൾ എത്ര കുറഞ്ഞു? 423 minus 324. Answer is 99. Using only the number of beads now in the abacus, the largest 3-digit number that can be made. അബാക്കസിലുള്ള ഈ 3 നമ്പറുകൾ, അതായത് 4, 2, 3, ഈ 3 നമ്പറുകൾ വെച്ചുണ്ടാക്കാവുന്ന ലാർജസ്റ്റ് നമ്പർ എത്രയാണ്? 432 ആണ്. The smallest 3-digit number that can be made. സ്മോളസ്റ്റ് 3-digit നമ്പർ എത്രയാണ്? 234 ആണ്. Question 3. Complete the pattern. താഴെ തന്നിട്ടുള്ള പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യൂ. 596, 597, 598, 599, 600, 102, 112, 122, 132, 142, 123, 234, 345, 456, 567, 986, 886, 786, 686, 586, 900, 890, 880, 870, 860, 100, 150, 200, 250, 300. Question 4. Fill up the blanks. ഇവിടെ 789 എന്നുള്ള നമ്പറിനെ പല രീതിയിൽ എഴുതി തന്നിട്ടുണ്ട്. ആദ്യത്തെ നോക്കിയേ, 789 ones. പിന്നെ 78 tens, 9 ones. അതായത് 78 into 10 780 plus 9 789 അല്ലേ? ഇനി എങ്ങനെ എഴുതാം? 7 hundreds, 8 tens, 9 ones എന്നെഴുതാം. അല്ലെങ്കിൽ 7 hundreds, 89 ones എന്നെഴുതാം. ഇങ്ങനെ പല രീതിയിൽ നമുക്കിതിനെ മാറ്റി എഴുതാം. അപ്പോൾ മക്കളെ, ഇത്രയുമാണ് നിങ്ങൾക്ക് 1000 and thousands എന്നുള്ള 3rd ചാപ്റ്ററിൽ ചെയ്യാനായിട്ടുള്ളത്. ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. 3ാം ക്ലാസ്സിലെ മറ്റ് വിഷയങ്ങളുടെ വീഡിയോസ് എല്ലാം നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യും. വീഡിയോ കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്കിനി വേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്